ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ ഉണർന്ന ഉടനെ ഒരു ഗ്ലാസ് വെള്ളം, സാധാ പച്ചവെള്ളം ഈ പറയുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെച്ച് നോക്കുക. ശനി ഭഗവാൻ നിങ്ങളെ വലിയ സമ്പന്നൻ, ലക്ഷപ്രഭു അല്ലെ കോടീശ്വരൻ ആക്കി തീർക്കുമെന്നുള്ളതാണ്. ശനി ഭഗവാൻ വലിയ ധനവാനാക്കി നിങ്ങളെ മാറ്റുമെന്നുള്ളതാണ്. ഒരു ഗ്ലാസ് വെള്ളം വെച്ച് നോക്കുന്ന ഒരു ലളിതമായ കാര്യമാണ്. ചെയ്ത് നോക്കുമ്പോൾ അറിയാം. അത് ദിവസവും ചെയ്യുക. ഒരു ദിവസം കൊണ്ട് അങ്ങനെ ആകുമെന്നല്ല പറഞ്ഞ്, പക്ഷെ വിശ്വാസത്തോടെ ചെയ്താൽ ശനി ഭഗവാൻ നിങ്ങളെ കോടീശ്വരനാക്കും, വലിയ സമ്പന്നനാക്കും. അപ്പോൾ ഇത് ആ വിദ്യ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക, മുഴുവൻ വീഡിയോ കാണുക, നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ല കാര്യമാണ്. വിശ്വാസത്തോടെ ഇത് ആവർത്തിക്കുക. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും മാറി ശനി ഭഗവാൻ നിങ്ങളെ കോടീശ്വരനാക്കുന്ന ഒരു രഹസ്യവിദ്യയാണ്. ഇപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്ന രീതി പറയും. നിങ്ങൾക്ക് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. നല്ല കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ. അപ്പം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, വാട്സപ്പിലെ വർക്കുകൾ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആവശ്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ തരും. അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കുളി കഴിഞ്ഞാൽ, അല്ല കയ്യും കാലും മുഖവും കഴുകിയിട്ട് നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞോ, ചെല്ലുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം, എപ്പം വേണമെങ്കിലും ഇത് ചെയ്യാം. അതായത് ഒരു ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് നിറച്ച്, ചെറിയൊരു ഗ്ലാസ് ആണെങ്കിലും മതി, ഗ്ലാസ് നിറച്ചു സാധാരണ പച്ചവെള്ളം എടുക്കുക. ഈ വെള്ളം, പച്ചവെള്ളം എടുത്തിട്ട് ഈ വെള്ളം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവിടെ, ഈ ഗ്ലാസ്സിനകത്ത് ഗ്ലാസ് നിറച്ചെടുക്കണം. പച്ചവെള്ളം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവിടെ ആ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഹൃദയത്തിൽ കൃഷ്ണനെ സങ്കല്പിക്കണം. എന്നിട്ട് ഓം കൃഷ്ണായ നമഃ എന്ന് വാഗൊണ്ട് ജപിക്കുക, കണ്ണ് തുറന്നു. എന്നിട്ട് മനസ്സിൽ കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ഹൃദയത്തിൽ കൃഷ്ണനെ സങ്കല്പിച്ചു ഓം കൃഷ്ണായ നമഃ എന്ന് ജപിക്കുക. ഇത് ഒരു തവണ ചെയ്താൽ മതി, വാഗൊണ്ടും മനസ്സുകൊണ്ടും. ഇത് ഇങ്ങനെ നിത്യവും രാവിലെ ചെയ്യുക. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇത് ചെയ്താൽ എന്തോ കാര്യമെന്ന്. ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാകും. നിത്യേന ചെയ്യുക. എന്നിട്ട് ആ വെള്ളം ചെടികൾക്ക് വല്ല ഒഴിക്കുക, നമ്മൾ കുടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള കാര്യം, ഈ ജലം കൊണ്ടുള്ള ചില പ്രാർത്ഥനകൾക്ക് അത്ഭുത ശക്തികളുണ്ട്. നമ്മൾ കുളിച്ചീറനോടെ ചെയ്യുന്ന പല പ്രാർത്ഥനകളും അത് ജീവിതത്തിൽ ഫലം കിട്ടാറുണ്ട്. കുളിച്ചീറനോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുത്തൻകാവിലമ്മയെ വിളിക്കുന്ന കാര്യം, അല്ലെ കുളിച്ചീറനോടെ ഗുരുവായൂരപ്പനെ വിളിക്കുന്ന കാര്യം, കുളിച്ചീറനോടെ ഏറ്റുമാനൂരപ്പനെ വിളിക്കുന്ന കാര്യം. അങ്ങനെ ചെയ്തവർക്കൊക്കെ, വിശ്വാസത്തോടെ ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അപ്പം ഈറനോടെ, ഈ ജലവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകൾക്ക് പ്രത്യേക ഫലമാണ്. അതുപോലെ തന്നെ നമ്മൾ ബലിയിടാൻ നേരത്തൊക്കെ കുളിച്ചീറനോടെയാണ്. അല്ലാതെ അതെന്തുകൊണ്ടാണെന്നറിയോ? ആ പ്രാർത്ഥന പെട്ടെന്ന് ആ ഈശ്വരനിൽ എത്തുന്ന ഒരു വിദ്യയാണ്. ഈശ്വരനിൽ എത്തുമ്പം ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത് നമ്മൾ കുളി കഴിഞ്ഞ് നമ്മൾ വീടിനകത്ത് പൂജാമുറിയിലോ നമ്മുടെ മുറിയിലോ എവിടെയെങ്കിലും ഒന്നും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കുളി കഴിഞ്ഞ് വസ്ത്രമൊക്കെ കൊടുത്ത് കുളി കഴിഞ്ഞാൽ ഉടൻ ചെയ്യണം. കുളി കഴിഞ്ഞ് നമ്മൾ കുളിമുറി എന്നുള്ള പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വെളിയിൽ വന്നു വീട്ടിലേതെങ്കിലും ഒരു മുറിയിലോ ഒക്കെ നിന്ന് നമ്മൾ വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ, കഴിവതും കുളി കഴിഞ്ഞ് ഒരു 5 മിനിറ്റിനുള്ളിൽ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഇനി അതല്ല, നമ്മൾ കുളി കഴിഞ്ഞ് ചെയ്യാൻ അല്പനേരം താമസിച്ചെങ്കിൽ കാലും കൈയും മുഖവും ഒന്ന് കഴുകിയിട്ട് അല്പം ജലം തൊട്ട് നമ്മുടെ നെഞ്ചേ കൂടെ ഒന്ന് തോരണം. അല്പം ജലം നമ്മുടെ നെഞ്ചേ കൂടെ ഒന്ന് ടച്ച് ചെയ്യണം. എന്നിട്ട് ഈ വിദ്യ ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താലുള്ള ഫലം, കൃഷ്ണൻ്റെ അനുഗ്രഹം പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. കാരണം ജലത്തിന് അതിനുള്ള ശക്തിയുണ്ട്. നിങ്ങൾ ഈ ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ വെള്ളം വെച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, ഭഗവാന്റെ അനുഗ്രഹം വരും. നിങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുമെന്നുള്ളതാണ്. അപ്പം ഭഗവാനെ ഇങ്ങനെ ഈ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രധാന കാര്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അധപ്പതനം ഉണ്ടാകുന്നത് ശനി നെഗറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ്. അതെല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്.
ശനി പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ശനി നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ ഏറ്റവും വലിയ സമ്പന്നനാകും. ശനി നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് ഏറ്റവും വലിയ അധപ്പതനം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഈ കൃഷ്ണവിദ്യ ചെയ്ത് കഴിയുമ്പോൾ, ഭഗവാൻ നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ, ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ, ശനീശ്വരൻ എന്നല്ല ഈ പ്രപഞ്ചത്തിൽ ആർക്കും നമ്മളെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കാൻ പറ്റത്തില്ല. പോസിറ്റീവായിട്ട് മാത്രം നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ശനിക്ക് നെഗറ്റീവായിട്ടുള്ള സ്വാധീനം നമ്മളിൽ ചെലുത്താൻ പറ്റാത്തപ്പം ഓൾറെഡി ശനി പോസിറ്റീവായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോഴും നമ്മൾക്ക് ശനി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ വലിയ കോടീശ്വരനും വലിയ സമ്പത്തും ഐശ്വര്യവും ഒക്കെ കൈവരുമെന്നുള്ളതാണ്. ഇത് ഒരു ദിവസം ചെയ്താൽ മാറ്റം ഉണ്ടാകുമെന്നല്ല, നിങ്ങൾ ചെയ്ത് നോക്കുക, ദിവസവും ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി വരും. പിന്നെ നമ്മൾക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. ദൈവാധീനം ഉണ്ടാകുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക കൂടെ വേണം. ഇത് ദൈവാധീനം ഉണ്ടാകുമ്പോൾ നമുക്ക് പുതിയ വരുമാന മാർഗ്ഗങ്ങളെ, പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും. പിന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോഴാണ് അത് ആ അനുഗ്രഹം പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് വരുന്നത്. ഇനി ഓരോ മുറിയിലും പലപ്പോഴും നമ്മുടെ വീടുകളിൽ വാസ്തു നോക്കിക്കഴിയുമ്പോൾ ആ ദോഷം ഈ ദോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളെപ്പോഴും. ഞാൻ പറയുന്ന ഇനിയും പറയാൻ പോകുന്ന ഒരു കാര്യം, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ആ ഒരു വാക്ക് തന്നെയാണ് പറയുന്നത്, പരീക്ഷിച്ച് നോക്കാൻ. മനസ്സിലായില്ലേ? ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിനകത്ത് ഗ്ലാസ് തുളുമ്പണ്ട, പക്ഷെ നിറഞ്ഞിരിക്കണം. വെള്ളമെടുത്ത് സ്റ്റീൽ ഗ്ലാസ്സൊക്കെ മതി, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഈ കൃഷ്ണവിദ്യ ചെയ്യുന്നതിന് സ്റ്റീൽ ഗ്ലാസ് മതി. വെള്ളം നിറഞ്ഞിരിക്കണം, തുളുമ്പരുത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് നിങ്ങൾ ഓരോ മുറിയിലും നിങ്ങൾ ആ മുറിയുടെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിൽക്കുക, അല്ലെങ്കിൽ ആ മുറിയുടെ വടക്ക് കിഴക്കേ മൂലയിൽ നിൽക്കുക. ഇതിലേതെങ്കിലും ഒരു മൂലയിൽ നിന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നോ നിങ്ങൾ ആ ഒരു ഗ്ലാസ്സിലെ വെള്ളം നെഞ്ചോട് ചേർത്ത് പിടിച്ച്, മുട്ടണ്ട, നെഞ്ചോട് ചേർത്ത് കാണിച്ചാൽ മതി. കൃഷ്ണവിദ്യ ചെയ്യുമ്പോഴും നെഞ്ചോട് മുട്ടണ്ട, നെഞ്ചിൻ്റെ നേരെ പിടിച്ചാൽ മതി. പിടിച്ച് നിങ്ങൾ ഓം നമോ നാരായണായ എന്ന് വാഗുകൊണ്ട് ഒരു തവണ ഉച്ചരിക്കുക. മനസ്സിലായോ? പിന്നെ മനസ്സിൽ ജപിക്കണ്ട. ഈ വിദ്യ ചെയ്യുമ്പോൾ വാഗുകൊണ്ട് ഒരു തവണ ഉച്ചരിക്കുക. ഓം നമോ നാരായണായ നമ എന്ന് ജപിക്കരുത്, ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. ഓരോ മുറിയിൽ നിന്ന് അങ്ങനെ ഒരു തവണ ജപിക്കുക. ഒരു മാസം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ആ വീട്ടിലെ സകല ദോഷങ്ങളും മാറിക്കിട്ടും. സമാധാനം ഉണ്ടാകും, സമ്പത്തുണ്ടാകും, അച്ഛൻ നല്ല സ്വഭാവം, മക്കൾ നല്ല സ്വഭാവം, അമ്മ നല്ല സ്വഭാവം, എല്ലാവരും നല്ല ഐക്യത്തിലും നല്ല സ്വഭാവമുള്ളവരായി തീരുമെന്നുള്ളതാണ്. ഒരു തട്ടിപ്പിലോ വെട്ടിപ്പിലോ ചതിയിലോ വഞ്ചനയിലോ ഒന്നും പോയി ചാടത്തില്ല. അപകടങ്ങളെ ഈ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അപകടങ്ങളെ, ദുരിതങ്ങൾ, ഇതൊക്കെ കാലക്കേടെല്ലാം മാറി നിൽക്കുക എന്നുള്ളതാണ്. ദിവസവും ചെയ്യുക. വാസ്തുദോഷമൊക്കെ അവിടെ ഇരുന്നോട്ടെ, മാറുമില്ലയോ എന്നറിയാം. മാറ്റം ഉണ്ടാകും. പിന്നെ വാസ്തുദോഷത്തിന് നിങ്ങൾ വാസ്തു നോക്കി കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞ്. പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യവും തൽക്കാലം. പിന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടാകുമ്പോൾ നല്ല വാസ്തു സംബന്ധമായ ആരെങ്കിലുമൊക്കെ നോക്കി ചെയ്യിക്കുന്നത് നല്ലതാണ് കേട്ടോ, ചെയ്യരുതെന്നല്ല പറഞ്ഞ്. ഇപ്പം നിങ്ങൾ തൽക്കാലം ഇതൊന്നും ചെയ്യുക, ദിവസവും ചെയ്യുക, ഒരു ദോഷവും ബാധിക്കത്തില്ല. ഈ വിദ്യ, ഈ ജലം കൊണ്ടുള്ള ഒരു വിദ്യ, ഇതാണ് അറിയേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് വിദ്യ. ഇനിയും ശനിയുടെ നെഗറ്റീവ് സ്വാധീനം നമ്മളിലൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്, വീടുകളിലും ഉണ്ടാകാറുണ്ട്. അതിൻ്റെ പ്രധാനമായ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ വിദ്യ ചെയ്താൽ മതി, കൃഷ്ണൻ്റെ വിദ്യ ചെയ്താൽ മതി. പിന്നെ ഈ ഓം നമോ നാരായണയുടെ വിദ്യ ചെയ്താൽ മതി. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴിവതും ഒഴിവാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്നും പുതിയ വസ്ത്രങ്ങൾ എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ അലക്കി ഉപയോഗിക്കുക. ഒരുപാട് നാൾ ഈ ഇട്ട വസ്ത്രം തന്നെ, മുഷിഞ്ഞ വസ്ത്രം തന്നെ ഉപയോഗിക്കാതിരിക്കുക. അത് ശനിയുടെ നെഗറ്റീവ് സ്വാധീനം ഉണ്ടാക്കും. ചെരുപ്പ് ഒരു തീരെ മോശമാകുന്നതിന് മുമ്പ് മാറണം, ഇല്ലെങ്കിൽ ശനിയുടെ നെഗറ്റീവ് സ്വാധീനം ഉണ്ടാക്കും. ശനിയുടെ നെഗറ്റീവ് സ്വാധീനം ഉണ്ടാകുന്ന വീടുകളിലെല്ലാം കലഹങ്ങളെ, വഴക്കുകളെ, ദാരിദ്ര്യം, എത്ര പണം കൊണ്ടുവന്നാലും നിലനിൽക്കത്തില്ല, ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ രണ്ട് കാര്യവും ശ്രദ്ധിച്ചു നോക്കുക. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒഴിവാക്കുക. എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്, അത് ഒഴിവാക്കുക. പുതുവസ്ത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങണം. പഴയത് നമ്മൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, അല്ലാതെ കളയണമെന്ന് ഞാൻ പറയത്തില്ല. ആരെങ്കിലുമൊക്കെ ആവശ്യക്കാരുണ്ട്, ഈ പഴയ വസ്ത്രങ്ങൾ എടുക്കുന്നവരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പഴയ വസ്ത്രം ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. പുതിയ വസ്ത്രങ്ങൾ ഇടയ്ക്ക് വാങ്ങുക. ശുക്രൻ ആക്റ്റീവാകും, ശുക്രൻ്റെ അനുഗ്രഹം ഉണ്ടാകും, ശനിയുടെ നെഗറ്റീവ് സ്വാധീനം ഇല്ലാതാകും. അതുപോലെ ചെരുപ്പുകൾ തീരെ തേയുന്ന വരെ ഉപയോഗിക്കരുത്, അത് മാറുക. അപ്പോഴും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ശുക്രൻ്റെ സ്വാധീനമാണ്.
പഴയ വസ്തുക്കൾ ഉണ്ടാകുമ്പോൾ അത് ശനിയുടെ സ്വാധീനമാണ്. പല വീടുകളിലും വർഷങ്ങളായിട്ട് ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കേടായതൊക്കെ ഒരു നിധി പോലെ സൂക്ഷിക്കുന്ന വീടുകളുണ്ട്. നിങ്ങൾ തന്നെ അവിടെ ചെക്ക് ചെയ്ത് നോക്കുക. സമാധാനമുണ്ടോ? എപ്പോഴും എന്തെങ്കിലും മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളെ ഒരു ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന ഒരു വീട് പോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ പഴകിയ കാര്യങ്ങളൊക്കെ ഈ ശനിസ്വാധീനം, വസ്തുക്കൾ ശനിസ്വാധീനമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പുതുമകൾ എപ്പോഴും വീട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. സാമ്പത്തികമുള്ളവരുടെ പണക്കാരുടെ വീട് നിങ്ങൾ ശ്രദ്ധിച്ചു, അവർ മിക്കവാറും പുതുവസ്ത്രങ്ങൾ വാങ്ങും. വലിയ വലിയ കടകളിലൊക്കെ പോയി നമ്മൾ വിചാരിക്കും ഇവർ എന്നാ മണ്ടത്തരോ കാണിക്കും, ഇത്രയും പൈസ മുടക്കി വസ്ത്രങ്ങൾ വാങ്ങേണ്ട കാര്യമുണ്ടോ, എപ്പോഴും പുതുവസ്ത്രം ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? അതിലൊക്കെ കാര്യമുണ്ട്. ശുക്രൻ ആക്റ്റീവ് ആകും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ പണമില്ലാത്തടത്ത് അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒഴിവാക്കുകയും ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊന്നെങ്കിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് പുതുവസ്ത്രങ്ങൾ എടുക്കുകയും വേണം. അതുപോലെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ. പിന്നെ പല വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചെരുപ്പ് കൂട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥ. അതൊക്കെ ഈ പഴകിയ ചെരുപ്പ് ശേഖരിച്ച് വെക്കുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. അത് ചില വീടുകളിൽ അത് വലിയ ഒരു കാര്യമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ശനിയുടെ നെഗറ്റീവ് സ്വാധീനമാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള പറ്റുന്ന രീതികളിൽ ഡിസ്പോസ് ചെയ്യണം. നമ്മളത് ഒഴിവാക്കാൻ പറ്റുന്ന രീതികളിൽ ഒഴിവാക്കണം. എന്ന് വെച്ചാൽ അപ്പുറത്തുകാരൻ്റെ പറമ്പിലോട്ട് ഇടുക അല്ല ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പോൾ ആക്രിക്കാർ വരും, ഇതൊക്കെ എടുക്കുന്നവരുണ്ട്, അവർക്ക് കൊടുക്കുക. അത് നമ്മൾ അന്വേഷിച്ചാൽ അങ്ങനെയുള്ള ആളുകൾ നമ്മളിലേക്ക് വരും. അങ്ങനെ ഇത് വീട്ടിൽ നിന്ന് നീക്കം ചെയ്യണം. ഒരു ദിവസം കൊണ്ട് എല്ലാം നീക്കം ചെയ്യണമെന്നല്ല പറഞ്ഞ് പറ്റുന്ന രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വസ്തുക്കൾ വീട്ടിൽ നിന്ന് കളയുക. മനസ്സിലായില്ലേ? ഇത് ശനിയുടെ നെഗറ്റീവ് സ്വാധീനം ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനിയും നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു വിദ്യ പറഞ്ഞുതരാം. ഈ ഓം കൃഷ്ണായ നമഃ ജപിക്കുമ്പോൾ നിങ്ങൾ അത് ജപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ ചിന്തിക്കണം: ഭഗവാനെ, എനിക്ക് ഒരു നിമിഷമെങ്കിലും ഭഗവാനെ ഇതുപോലെ ലയിച്ച് വിളിക്കാൻ സാധിച്ചല്ലോ, അത് മതി എനിക്ക്. ഇങ്ങനെ മനസ്സിലൊന്ന് ചിന്തിക്കണം. അതുപോലെ ഓം നമോ നാരായണായ ജപിച്ചു കഴിഞ്ഞും ഞാൻ ഈ പറഞ്ഞ രീതിയോ വെള്ളം പിടിച്ചുകൊണ്ട് ഭഗവാനെ ഒരു നിമിഷമെങ്കിലും എനിക്ക് ഭഗവാനെ ആത്മാർത്ഥമായിട്ട് ലയിച്ച് വിളിക്കാൻ പറ്റിയല്ലോ ഭഗവാനെ, അതിന് നന്ദി എന്ന് മനസ്സുകൊണ്ട് പറയുക. അതുകൂടെ ചെയ്യണം. അതിൽ കാര്യമുണ്ട്. ഇതൊരു അത്ഭുതകരമായ വിദ്യയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം ഞങ്ങളുടെ വീട്ടിലൊരു കൂവളം ഉണ്ടായിരുന്നു. ആ കൂവളത്തിൻ്റെ ഈ തൊലി ഇങ്ങനെ പോയിട്ട് ഇത്തിള് പോലെ, ഈ ഫംഗസ് പോലെ അത് ഇങ്ങനെ എപ്പോഴും വരികയായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും ആ കൂവളത്തിൻ്റെ ആ ഫംഗസ് എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കും. അങ്ങനെ പലപ്പോഴും ഞാൻ ചെയ്തിട്ട് ഇത് മാറ്റമില്ല. ഒരു ദിവസം ഞാനിത് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു: ഭഗവാനെ, ഇത് ഞാൻ വിചാരിച്ചാലും ഇത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു നിമിഷമെങ്കിലും ഞാനിത് ചെയ്തത്, ആ ഒരു നിമിഷമെങ്കിലും ആ കൂവളത്തിന് ആ ഇത്തലില്ലാതെ അല്ലെങ്കിൽ ആ ഒരു ഫംഗസ് ഇല്ലാതെ ഒരു സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റുമല്ലോ, അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഭഗവാന് നന്ദി എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങൾ വീട്ടിൽ വന്ന് നോക്കിക്കോ, ആ കൂവളത്തിൻ്റെ ആ ഫംഗസ് എല്ലാം മാറി. പിന്നെ ഞാനത് ചെയ്തിട്ടില്ല. അത്ഭുതം സംഭവിക്കും. നമുക്ക് പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വിചാരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ഇതുപോലെ പ്രാർത്ഥിക്കണം, അല്ലെ എപ്പോഴും ഇതുപോലെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചിന്തകളോടുകൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല. നമ്മളൊന്ന് ഓം കൃഷ്ണായ നമ്മൾ ജപിച്ചു കഴിഞ്ഞു, ഭഗവാനെ ഒരു നിമിഷമെങ്കിലും ഭഗവാനെ എനിക്ക് ഇങ്ങനെ ലയിച്ച് വിളിക്കാൻ സാധിച്ചതിന് നന്ദി, അത് മതി എന്ന് മനസ്സിലിങ്ങനെ എപ്പം പ്രാർത്ഥിച്ചാലും അങ്ങനെ ചെയ്യുക. ആ വിളി ഈശ്വരൻ കേൾക്കും. മനസ്സിലായില്ലേ? നമ്മുടെ മനസ്സിനെ എന്നും ഇങ്ങനെ വിളിക്കണം, എന്ന് ഈ സമയത്ത് വിളിക്കണം, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഓരോ സമയവും വിളിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് മനസ്സിൽ പറയുക, കൃത്യം അത് ഫലം ഉണ്ടാകും. ഇതൊരു രഹസ്യവിദ്യയാണ്. ലക്ഷങ്ങൾ കൊടുത്താലും ആരും പറഞ്ഞു തരത്തില്ല. കാരണം അറിയാമെങ്കിലല്ലേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല, അങ്ങനെ കിട്ടാത്തൊരു വിദ്യയാണ്, അത്ഭുതകരമായ വിദ്യയാണ് ഇത്. ഞാനല്ലാതെ ആരും ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഇതുവരെ വീഡിയോയിൽ ആരും പറഞ്ഞിട്ടില്ല. ഇനിയും ഞാൻ ഇട്ട് കഴിഞ്ഞാലും പറയുമെന്ന് എനിക്കറിയത്തില്ല. കണക്കുകൾ കള്ളത്തരം പറയത്തില്ല. ഞാൻ ഇതുവരെ ആരും ഈ വിദ്യ പറഞ്ഞു തന്നിട്ടില്ല. ഇങ്ങനെ ആരും പറഞ്ഞു തരത്തില്ല ഈ ഒരു വിദ്യ. അപ്പോൾ ഓം കൃഷ്ണായ നമഃ ജപിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ ഉടനെ മനസ്സിൽ പറയണം. വെള്ളം വെച്ചിങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ ഓം കൃഷ്ണായ നമഃ വാഗുകൊണ്ട് ജപിക്കണം, മനസ്സിലും ജപിക്കണം. കൃഷ്ണനെ ഹൃദയത്തിൽ ധ്യാനിച്ച് വെള്ളം പിടിച്ച് അതിനുശേഷം മനസ്സിൽ പറയണം: ഭഗവാനെ ഒരു നിമിഷമെങ്കിലും ഭഗവാനെ ലയിച്ച് ആത്മാർത്ഥമായിട്ട് എനിക്ക് വിളിക്കാൻ സാധിച്ചല്ലോ ഭഗവാനെ, അതിന് നന്ദി. അതുപോലെ വെള്ളം കയ്യിൽ പിടിച്ച് ഓം നമോ നാരായണായ ജപിക്കുമ്പോഴും അങ്ങനെ തന്നെ മനസ്സിൽ ജപിച്ചു കഴിഞ്ഞ് പറയണം. ഓം നമോ നാരായണായ ജപിക്കുമ്പോൾ വാഗുകൊണ്ട് മതി, മനസ്സിൽ വേണ്ട. ഓരോ മുറിയിലും ഒന്നുകിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് നിന്ന്, അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂല കിഴക്കോട്ട് നിന്ന്, അല്ലെങ്കിൽ മുറിയിൽ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ജപിച്ചു കഴിഞ്ഞും നിങ്ങൾ മനസ്സിൽ പറയുക:
ഓം നമോ നാരായണായ വാഗൊണ്ട് മാത്രം ജപിച്ചാൽ മതി. ഭഗവാനെ ഒരു നിമിഷമെങ്കിലും ഭഗവാനെ എനിക്ക് ആത്മാർത്ഥമായിട്ട് ലയിച്ച് വിളിക്കാൻ സാധിച്ചല്ലോ, അത് മതി എനിക്ക് എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ വാഗൊണ്ട് പറയണ്ട. ഇത് നിങ്ങൾ ചെയ്തു, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും എന്ന് തന്നെയാണ്. നമ്മൾ ഈ പൂക്കൾ ചെടിയിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ യാത്ര പോയപ്പം ആ റോഡിൻ്റെ സൈഡിൽ ഒരുപാട് പൂക്കൾ മനോഹരമായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് ചെടിയിൽ. അതിൻ്റെ പേര് അല്ലിത്താമര എന്നാണ് ആ ചെടിയുടെ പേര്. മനോഹരമായ പൂക്കളാണ്. അപ്പം ഞാൻ നോക്കിയപ്പം കുറച്ച് പിള്ളേർ വന്ന് ആ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. അതായത് ഈ പൂവ് ഏറ്റവും കൂടുതൽ ഭംഗി ആ ചെടിയിൽ നിൽക്കുമ്പോഴാണ് ആ പൂവിന് ഏറ്റവും കൂടുതൽ ഭംഗി. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ? ആ ചെടിയിൽ നിന്ന് ആ പൂ പറിച്ചു കഴിയുമ്പോൾ അവിടെ ആ പൂവിൻ്റെ ലൈഫ് ഇല്ലാതാകുക, ആ പൂവിൻ്റെ ജീവിതം ഇല്ലാതാകുകയാണ്. അത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അതിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതാകുകയാണ്. അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കയറിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് തന്നെയല്ലേ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പലപ്പോഴും. നമ്മൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റേത് മാത്രമാണ്, അല്ലെ എനിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കണം, അല്ലെ ഞാൻ മക്കളായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ എൻ്റെ മാത്രമാണ് അവിടെ, ഞാൻ പറയുന്നതേ കേൾക്കാവുള്ളൂ, ഞാൻ പറയുന്ന പോലെ ഇരിക്കണം, ഞാൻ പറയുന്ന പോലെ നടക്കണം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ട് നമ്മൾ അവരിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ ആ പൂവിൻ്റെ ലൈഫ് ഇല്ലാതാകുന്ന പോലെ അവരുടെ ലൈഫും ഇല്ലാതാകുകയാണ്. കാരണം അവർ ജീവിതം, ആ സ്വാതന്ത്ര്യം പോകുമ്പോൾ അവർ ജീവിതം ആസ്വദിക്കുന്നില്ല. അല്ലാതെ നമുക്ക് അവരെ സ്നേഹിക്കാം, അവരുടെ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവരെ സ്നേഹിക്കാം. അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് ജീവിതം ഉണ്ടാകുന്നത്. അവിടെ ജീവിതമുള്ളൂ, അവിടെ ലൈഫുള്ളൂ. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നിങ്ങൾ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഈ ജീവിതം മനോഹരമായിരിക്കും. ഓരോരുത്തരെയും നമുക്ക് സ്നേഹിക്കാം, അവരെ നമുക്ക് സ്വന്തമാക്കണം, അല്ലെ നമുക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കണം എന്നുള്ള സ്വാർത്ഥത കളഞ്ഞിട്ട് നമ്മൾ അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ നല്ല രീതിയിൽ സ്നേഹിക്കാം. ഇത് സ്വാർത്ഥത കൂടിപ്പോകുമ്പോഴാണ് വീട്ടിൽ അടി, ബഹളം, വഴക്ക്. ഒരാളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവരുടെ സ്വാതന്ത്ര്യം അത് ഈശ്വരനാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യം ഈശ്വരനാണ്. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തന്നെ അവരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്നേഹിക്കാം, നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അത് മക്കളാണേലും അച്ഛനാണേലും അമ്മയാണേലും സുഹൃത്താണേലും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുമ്പോഴും ആ സ്വാതന്ത്ര്യത്തെ പറിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴുമാണ് ജീവിതത്തിൻ്റെ ഇംബാലൻസ് ഉണ്ടാകുന്നത്, ജീവിതത്തിൽ ബാലൻസ് ഇല്ലാതാകുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ആലോചിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇത് അല്ലെ 1-2 തവണ കേൾക്കുമ്പോൾ മനസ്സിലാവും. മനസ്സിലായവർ അത് പ്രവർത്തിച്ചാൽ ജീവിതം ഏറ്റവും ദൈവികമായിരിക്കും, സന്തോഷപ്രദമായിരിക്കും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെപ്പോഴും അച്ഛൻ പറയും, ഞാൻ വിചാരിക്കുന്ന പോലെ മോൻ നടക്കാവുള്ളൂ, ഞാൻ വിചാരിക്കുന്ന വണ്ടിയിലെ സ്കൂളിൽ പോകുമ്പോൾ കയറാവുള്ളൂ, ഞാൻ വിചാരിക്കുന്ന ഭക്ഷണമേ കഴിക്കാവുള്ളൂ, ഞാൻ വിചാരിക്കുന്ന കോഴ്സേ പഠിക്കാവുള്ളൂ. ഇങ്ങനെ ഒരു കുട്ടിക്ക് ചിലപ്പോൾ അവൻ്റേതായ ചില ടാലൻറ്റ് കാണും, അവൻ്റേതായ സ്വാതന്ത്ര്യം കാണും. ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ച് അവനെ സ്നേഹിക്കുമ്പോഴാണ് അവൻ്റെ ലൈഫ് അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ ഭാര്യയുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം എങ്ങനെയാണേലും. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്, പലപ്പോഴും അമ്മമാർ, എല്ലാ അമ്മമാരും അല്ല, ചില അമ്മമാർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരെപ്പോഴും അവരുടെ ഇപ്പം സ്കൂളിലൊക്കെ കുട്ടികളുടെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ അച്ഛന് പോകാൻ പറ്റത്തില്ല. ഈ അച്ഛന് ചിലപ്പം ഒരു ഉയർന്ന ജോലിയായിരിക്കും, അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ജോലിയായിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് പോകുന്ന പോലെ ചിലപ്പോൾ അമ്മയ്ക്ക് ജോലി കാണത്തില്ല, അച്ഛന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മയായിരിക്കും കൂടുതൽ സ്കൂളിൽ പോകുന്നതും ഈ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി എപ്പോഴും ഓടി നടക്കുന്നതും. അപ്പം എല്ലാ അമ്മമാരും അല്ല കേട്ടോ, ചില അമ്മമാർ ഞാനത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കും, നിൻ്റെ അച്ഛന് നിന്നോട് സ്നേഹമില്ല, ഞാനല്ലേ എല്ലാ കാര്യത്തിനും വരുന്നത്. അതൊരു പക്ഷേ ഈ കുട്ടികളുടെ സ്നേഹം കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടി പറയുന്നതല്ല, അത് മറ്റു ദുരുദ്ദേശമൊന്നുമില്ല. കുട്ടികളുടെ സ്നേഹം കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ അതിൽ വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അച്ഛൻ വരാത്തത് അച്ഛനെ ചിലപ്പോൾ തിരക്കോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ അച്ഛനെ കുറ്റപ്പെടുത്തി പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും അപ്പോൾ ചിലപ്പം കുട്ടികൾക്ക് അമ്മയോടായിരിക്കും കൂടുതൽ സ്നേഹം. അങ്ങനെയുള്ള കുട്ടികൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് അമ്മയോടെ സ്നേഹം, എനിക്ക് അച്ഛനെ ഇഷ്ടമല്ല, അമ്മയാണ് എൻ്റെ എല്ലാ കാര്യത്തിനും വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പം അമ്മ ഇതാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പറഞ്ഞത്, പൊതുവായിട്ട് പറയുന്നതാണ്. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, ചിലരെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പം അമ്മ വിചാരിക്കും ഈ കുട്ടിക്ക് അമ്മയോട് ജീവിതം മുഴുവൻ വലിയ സ്നേഹമായിരിക്കും. കാരണം അച്ഛനെ കുറ്റപ്പെടുത്തി പറഞ്ഞു കഴിയുമ്പോൾ ഒരിക്കലുമല്ല. കുട്ടി വളർന്നു കഴിയുമ്പം, ആ കുട്ടി കല്യാണം കഴിച്ചു കഴിയുമ്പം, ആ കുട്ടിയുടെ അമ്മായിയച്ഛനോ അമ്മായിയമ്മയോ ഈ അമ്മയെക്കുറിച്ച് ദോഷമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പം ഈ കുട്ടി അവരുടെ പുറകെ ആയിരിക്കും പിന്നെ പോകുന്നത്.
അപ്പം നമ്മളൊരാളെ കുറ്റപ്പെടുത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തി പറഞ്ഞു കൊടുക്കാൻ 1000 പേരുണ്ടായിരിക്കും. ദൈവം അവിടെ പ്രവർത്തിക്കും. അതുകൊണ്ട് നേരെ തിരിച്ചാണേലും ചില അച്ഛന്മാർ അമ്മയുടെ കുറ്റം പറഞ്ഞു കൊടുക്കും മക്കളോട്. ഒരിക്കലും അത് ചെയ്യരുത്. അപ്പം ഈ അച്ഛന്മാരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. തൽക്കാലം കുട്ടികൾ ചിലപ്പോൾ അച്ഛന്മാരോട് ചില കൂടുതൽ സ്നേഹം കാണിക്കും. പക്ഷേ നാളെ ഒരിക്കൽ അവർ കല്യാണം കഴിച്ചു കഴിയുമ്പം അവരുടെ ജീവിതത്തിലേക്ക് പുതിയ ആളുകൾ വന്നു കഴിയുമ്പം അവർ ചിലപ്പോൾ ഈ അച്ഛൻ്റെ കുറ്റം ആ കുട്ടിയോട് പറയുമ്പോൾ ചിലപ്പോൾ അച്ഛനെ അതുപോലെ ആയിരിക്കും അവർ വെറുക്കുന്നത്. അതുകൊണ്ട് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം കുട്ടികളോട് പറഞ്ഞു കൊടുക്കരുത്. അത് വലിയ തെറ്റാണ്. ഇപ്പം അച്ഛൻ അതേപോലും വരാൻ ഇഷ്ടമില്ലാത്ത അച്ഛൻ ആണെങ്കിൽ പോലും പറയണം അച്ഛന് സമയമില്ലാതെ, കുറ്റപ്പെടുത്തരുത്. ചില അച്ഛൻ്റെ പേര് സാഹചര്യം കൊണ്ടാണ് അങ്ങനെ അവർ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി തിരിച്ച് അച്ഛന്മാർ അമ്മയെക്കുറിച്ചാണെങ്കിലും കുട്ടികളോട് കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. ഇത് വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. പിന്നെ ചിലർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരു കുട്ടി ഒരു തെറ്റ് കാണിച്ചാൽ ഉടനെ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പൊക്കോളാൻ പറയുക. ഒരിക്കലും ചെയ്യരുത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണ്, ഏറ്റവും വലിയ ബുദ്ധിയില്ലായ്മയാണ്. അത് പറയുന്നവരാരാണേലും ഏറ്റവും വലിയ വിഡ്ഢിയാണ് ലോകത്തിൽ. ഞാൻ പറയും, 100% ഞാൻ പറയും. എന്താണെന്നറിയോ? ഒരു കുട്ടി അവൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചു, അവൻ്റെ പ്രായത്തിൻ്റെ ആയിരിക്കും, പക്വതയില്ലായ്മയുടെ ആയിരിക്കും, അവൻ്റെ അറിവ് അത്രേ ഉള്ളായിരിക്കും. ആ സമയത്ത് അവനോട് പറയാം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ അവൻ ഒരു നിമിഷത്തിൽ ഇറങ്ങിപ്പോയാൽ അവനെ സ്വീകരിക്കുന്നത് നിങ്ങളോട് വൈരാഗ്യമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം നശിക്കണമെന്നുള്ള ഒരു കൂട്ടം ആളുകളുടെ കൈകളിലേക്കാണ് അവൻ എത്തപ്പെടുന്നെങ്കിൽ അവൻ ഒരിക്കലും നവരയാകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവൻ മോശമായിട്ടേ വരത്തുള്ളൂ. അതിന് കാരണക്കാരൻ ഇറങ്ങിപ്പോകാൻ പറയുന്ന അച്ഛനോ അമ്മയോ തന്നെ ആയിരിക്കും. അതിന് ദൈവത്തെ പോലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഏതൊരു കുട്ടിയാണേലും ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയാലും അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതും ചെയ്യുന്നതുമാണ് ഏറ്റവും വലിയ ദൈവാധീനവും ദൈവത്തോടുള്ള പ്രാർത്ഥനയും. അല്ലാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന മാത്രമല്ല. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ചെയ്യുക. സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഒരു ഹോട്ടലിൽ കയറി, ഇപ്പോൾ ടൗണിലൊക്കെ പോകും, നല്ലൊരു ഹോട്ടലിൽ കയറുമ്പോൾ അവിടെ വെയിറ്റർമാർ നമുക്ക് ആഹാരം കൊണ്ട് തരുന്നു. ഇപ്പോൾ എന്നോടൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അച്ഛൻ എപ്പോഴും പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ പാവങ്ങളാണ്. അപ്പം ഞാനൊരിക്കലും വെയിറ്റർക്ക് ടിപ്പ് കൊടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഒരു വെയിറ്റർ കൊണ്ടുവന്നു, അവർക്ക് ടിപ്പ് കൊടുക്കാൻ പഠിക്കണം. അപ്പോഴേ ടിപ്പ് കൊടുക്കുമ്പോൾ പിശുക്കി കൊടുക്കരുത്, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുക്കുക. അവിടെ സംഭവിക്കുന്ന ഒരു മാറ്റം എന്നാന്ന് ചോദിച്ചാൽ വെയിറ്റർക്ക് പണം കിട്ടുക എന്നുള്ളതല്ല, നിങ്ങളുടെ മനസ്സിലൊരു ചേഞ്ച് ഉണ്ടാകും, നിങ്ങളുടെ ശീലം മാറും. ഇപ്പോൾ ഒരാൾക്ക് 10 20 രൂപ അല്ലെങ്കിൽ 50 രൂപ കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങളുടെ ഉള്ളിലെ മനസ്സ് വിശ്വസിക്കാൻ തുടങ്ങും. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും, നിങ്ങളുടെ സാമ്പത്തിക നില വർദ്ധിക്കും. ഞാൻ ചെയ്യാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ സാമ്പത്തിക ഗുണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്ന സത്യസന്ധമായ കാര്യമാണ്. ഇതൊക്കെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ അറിയുന്നതും ചെയ്യുന്നതും ഒക്കെ ദൈവാധീനം തന്നെയാണ്, പ്രാർത്ഥന തന്നെയാണ്. അല്ലാതെ നമ്മൾ മന്ത്രങ്ങൾ ചെല്ലുന്നത് മാത്രമല്ല, എങ്ങനെ ജീവിക്കണം, എങ്ങനെ സമ്പത്ത് നമ്മളിലേക്ക് വരാൻ വേണ്ടി പ്രവർത്തിക്കണം, എങ്ങനെ ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പ്രവർത്തിക്കണം, ഇതൊക്കെ ദൈവികമായ അറിവുകൾ തന്നെയാണ്. ഇതൊക്കെ ആ ദൈവത്തെ വിളിക്കുമ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങളാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ നിമിഷം വരെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ദൈവാധീനം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു കുടുംബം നശിച്ചിട്ടോ അല്ലെ ഒക്കെ പിന്നെ അത് ഒരു നശിച്ച് കഴിഞ്ഞ് കാണുന്നതിനകത്ത് അർത്ഥമില്ല. ഇപ്പം നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ അതിൻ്റെ ഗുണം ഉണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റം ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഈശ്വരനെ വിളിക്കുന്നൊരു ഭാഗം തന്നെയാണ് ഇതുപോലെ നല്ല കാര്യങ്ങൾ അറിയുന്നത്. അല്ലെ തെറ്റായ കാര്യങ്ങളുടെ പുറകെ പോയാൽ ജീവിതത്തിൽ ഒരിക്കലും നല്ലത് പ്രതീക്ഷിക്കരുത്. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്, അത് ഞാനെന്നല്ല ആര് പറഞ്ഞാലും, അതും ഒരു ദൈവാധീനമാണ്. എപ്പോഴും അറിയുക, നല്ല കാര്യങ്ങളെ അറിയാൻ പറ്റുന്നത്. അതുപോലെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അല്പം മൗനമായിട്ടിരിക്കാൻ പഠിക്കണം. ഈ മൗനത്തിനൊരു ശക്തിയുണ്ട്. കുറച്ച് സമയം മൗനമായിട്ടിരിക്കുക, അത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യണം. ഈ മൗനത്തിന് ഭയങ്കര ശക്തിയാണ്. കാരണം ഈ മൗനത്തിൽ നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മളോട് സംസാരിക്കുമ്പോഴാണ് നമ്മളിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുന്നത്. നമ്മളെക്കുറിച്ച് അറിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുന്നത്. നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുന്നത്. മൗനത്തിന് അതിനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാണ് മൗനം ഈശ്വരനാണെന്ന് പറയുന്നത്. നിൻ്റെ ഉള്ളിലുള്ള ഈശ്വരീയതയോട് സംവദിക്കുന്നതാണ് മൗനത്തിലിരിക്കുന്ന ഏറ്റവും വലിയ പവർഫുള്ളാണ്. മൗനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയാണേലും അത് നടക്കുമെന്നുള്ളതാണ് എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കാര്യം നടക്കാൻ വേണ്ടി ഞാൻ ഒരാഴ്ച കൂടുതൽ സമയം എന്ന് വെച്ചാൽ ആവശ്യത്തിന് സംസാരിക്കും, മൗനത്തിലിരുന്നു. ആ കാര്യം കൃത്യമായിട്ട് സംഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ ഞാൻ ചുമ്മാ അവിടെ ഇവിടെ കാണുന്ന കാര്യങ്ങളോ ഒന്നും പറയുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞു തരുന്നത് അല്ല വീഡിയോയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയുന്നതല്ല. ഞാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കൺസൾട്ട് ചെയ്ത അനുഭവത്തിൽ നിന്ന്
എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ, ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, മാറ്റങ്ങൾ വന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അല്ലാതെ ചുമ്മാ ഈ അവിടെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല. കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ അത് മനസ്സിലാകും. ഇത്ര ദൃഢതയോടെ, ഇത്ര ഉറപ്പോടെ പറയുമ്പം ആ വ്യക്തിയുടെ അനുഭവമാണ് സാമാന്യം കോമൺ സെൻസ് ഉള്ള ആൾക്ക് മനസ്സിലായില്ലേ? ഒരു ഉറച്ച അനുഭവമുള്ള ആൾക്ക് ഉറച്ച ഒരു സംസാരത്തോട് പറയാൻ പറ്റത്തുള്ളൂ. അയാളുടെ മുഖത്തും കണ്ണിലും ആ പറയുന്ന വാക്കിലെല്ലാം ഉറപ്പുണ്ടായിരിക്കും. അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ മൗനത്തെ നിങ്ങൾ ഇടയ്ക്കൊക്കെ പരിശീലിക്കുക. അതുപോലെ തന്നെ മുരുകനെക്കുറിച്ച് അറിയണം കേട്ടോ. മുരുകൻ്റെ അകത്ത് ഒരുപാട് രഹസ്യമുണ്ട്. മുരുകൻ ജനിച്ചത് താരകാസുരനെ യുദ്ധം ജയിക്കാൻ വേണ്ടി ജനിച്ചതാണ് മുരുകൻ. മുരുകൻ ചെറുപ്പത്തിൽ പഠിച്ചത് യുദ്ധം ജയിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ്. മുരുകൻ സംരക്ഷിച്ചത് ലോകത്തെ മുഴുവനാണ്. അങ്ങനെ ജനിച്ച ഒരു ഈശ്വരൻ തന്നെയാണ്, പിറവിയെടുത്ത ആ ദൈവിക ചൈതന്യം തന്നെയാണ് മുരുകൻ. ഈ മുരുകനെ അറിയുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. മുരുകനെ അറിയാൻ ശ്രമിക്കണം. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു മന്ത്രം പറഞ്ഞുതരാം. ഓം ബാലസുബ്രഹ്മണ്യ മഹാദേവി പുത്രസ്വാമി വരവര സ്വാഹ. അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ്. അല്ലെങ്കിൽ മുരുക എന്ന് വിളിച്ചാലും മതി, അല്ലെങ്കിൽ ഓം ശരവണ ഭവ എന്ന് വിളിച്ചാലും മതി. ഭഗവാനെ നിങ്ങൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. മുരുകൻ സത്യസ്വരൂപനാണ്. വള്ളി എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തിയാണ്. ദേവയാനി എന്ന് വെച്ചാൽ ക്രിയാശക്തി. മുരുകൻ എന്ന് വെച്ചാൽ ജ്ഞാനം. ഇച്ഛാശക്തിയിൽ നിന്നും ജ്ഞാനത്തിലേക്കുള്ള യാത്രയാണ് വള്ളിയിൽ നിന്നും മുരുകനിലേക്കുള്ള യാത്ര. മുരുകൻ സത്യസ്വരൂപനാണ്, സുബ്രഹ്മണ്യനാണ് എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ ബ്രഹ്മമാണ്. ഒരിക്കലും ഗർഭപാത്രത്തിൽ നിന്നല്ല മുരുകൻ പിറവിയെടുത്ത്. ശിവൻ്റെയും പാർവതിയുടെയും ആ കൂടിച്ചേരലിൽ നിന്നുണ്ടായ ശിവചൈതന്യം, ആ ശിവനും ശക്തിയും തന്നെയാണ് മുരുകൻ. ഭഗവാനെക്കുറിച്ച് അറിയണം. ഭഗവാനെ ഒരു ദിവസമെങ്കിലും നിങ്ങൾ നാവുകൊണ്ട് വിളിക്കണം. ഞാൻ 21 നാരങ്ങ ഒരു തട്ടത്തിനകത്ത് മാലയല്ലാതെ നാരങ്ങയായിട്ട് തന്നെ വെച്ച് നിങ്ങൾ മുരുകന് ഒരു വലത്തെങ്കിലും, 6 വലത്താണ് ഏറ്റവും നല്ലത്, വെച്ച് സമർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറുമെന്ന് പറഞ്ഞ് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ ആ കാര്യം ചെയ്ത ഒരാൾക്ക് നല്ല സാമ്പത്തിക ലാഭം ഉണ്ടായി. അതുകൊണ്ട് പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രയോജനപ്പെടുത്തുക. പക്ഷേ ആ വീഡിയോ ഒന്നും അധികം ആളുകൾ കണ്ടിട്ടില്ല. അതൊക്കെ എനിക്കറിയത്തില്ല. അതൊക്കെ അവനവൻ്റെ കാര്യം. ആവശ്യമുള്ളവർ, ദൈവാനുഗ്രഹം ഉള്ളവർ ഇത്തരം കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങളിലേക്ക് വരും. നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമം കൂടെ ഉണ്ടാവണം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.